നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാളത്തെ ദിവസം അവൾക്ക് വീണ്ടും പാചകമല്ലേ? നാളത്തെ ദിവസം അവൾ അതിൽ തനിയെ തോറ്റോളും. എന്തൊരു ദാഹം, കുറച്ച് വെള്ളം കുടിക്കട്ടെ. ചെറിയ എന്താ ഇവിടെ നിൽക്കുന്നേ? അത് എനിക്ക് നല്ല ദാഹം, വെള്ളം കുടിക്കാൻ വന്നതാ. വരണ്ട മനസ്സിൽ നിന്ന് എന്നെ മായ്ച്ചു കളയാൻ എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. സോറി. Ready? Roll camera. Action. രാധിക, താൻ ഫുള്ളി കോൺസെൻട്രേറ്റ് ആവണം. തന്റെ നോട്ടം ചേഞ്ച് ആയി പോയി. സോറി സർ, സോറി. ഇറ്റ്സ് ഓക്കെ, നമുക്കൊന്നുകൂടി നോക്കാം. ആക്ഷൻ. രാധിക, ഓക്കെ, ഗുഡ് ജോബ്. താങ്ക് യു. എന്നാ ശരി. മനസ്സിൽ നിന്ന് മായ്ക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എന്നിട്ടും എന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്നത് വരുണാണല്ലോ. എനിക്കൊരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ലേ?
കൽപ്പനെ ഇതൊക്കെ ഒന്ന് നോക്കി വെക്ക്. വിഭവങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ചിലപ്പോഴേ അതിന്റെ ക്രമവും ചോദിക്കും. ആ ഞാൻ അങ്ങോട്ട് നോക്കി നിന്നാലേ എനിക്കൊന്നും മനസ്സിലാവില്ല ചെറിയമ്മേ. പിന്നെ ഉണ്ടാക്കുന്ന വിധം ചോദിക്കേണ്ടവരോട് പറയേണ്ട മറുപടിയൊക്കെ എനിക്കറിയാം. ചെറിയമ്മേ പെട്ടെന്ന് തീർക്കാൻ നോക്ക്. കറികളൊക്കെ ഏകദേശമായി. ഇനിയിപ്പോ നല്ലൊരു പായസം വെക്കണം. എനിക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഓ ക്ഷീണം ഞാൻ മാറ്റി തരാന്ന് പറഞ്ഞതല്ലേ. ഉം. പിന്നെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നേ? ഇന്ന് പാചക മത്സരത്തിൽ പ്രിയങ്ക ജയിച്ചാലേ ഇന്നത്തെ ദിവസം തുല്യ. ഇന്നലെ അവള് പരാജയപ്പെട്ടത് വെച്ച് നോക്കുമ്പോ നാളത്തെ ദിവസം നിന്റെ കയ്യിലാ. നാളത്തെ ദിവസം അവൾക്ക് വീണ്ടും പാചകമല്ലേ. നാളത്തെ ദിവസം അവൾ അതിൽ തനിയെ തോറ്റോളും. ഉം. എന്തൊരു ദാഹം, കുറച്ച് വെള്ളം കുടിക്കട്ടെ. ചെറിയമ്മ എന്താ ഇവിടെ നിൽക്കുന്നേ? അത് എനിക്ക് നല്ല ദാഹം, വെള്ളം കുടിക്കാൻ വന്നതാ. എന്നിട്ട് വെള്ളം കുടിച്ചില്ലേ? കുടിച്ചു, കുറച്ചു മുന്നേ കുടിച്ചു. പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നേ? മത്സരത്തിന്റെ നിബന്ധനകളൊന്നും അറിയില്ലേ? ജോലി എടുക്കുന്നവരെ ആരും സഹായിക്കാൻ പാടില്ല. ആര് സഹായിച്ചു? ദേ വെറുതെ ഓരോന്ന് പറയരുത് പ്രിയങ്കേ. കഷ്ടപ്പെട്ട് ഓരോന്നുണ്ടാക്കുമ്പോ ചെറിയമ്മ എന്നോട് വെറുതെ സംസാരിച്ചു എന്നുള്ളത് സത്യം. അല്ലാതെ ഒരു സഹായം ചെറിയമ്മ ചെയ്തിട്ടില്ല. ഓ അയ്യോ ഏട്ടത്തി, അതിനിപ്പോ ദേഷ്യമൊന്നും പെടണ്ട. നീ എന്തിനാ എവിടെ ഇരിക്കുന്നേ? എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, അപ്പൊ ഞാനിവിടെ ഇരിക്കാം. ഏയ് അതൊന്നും പറ്റില്ല. എനിക്കെന്റെ കോൺസെൻട്രേഷൻ പോവും. അതെങ്ങനെയാ? ചെറിയമ്മ നിന്നാ കോൺസെൻട്രേഷൻ പോവില്ല, ഞാൻ നിന്നാ പോവും. അത് ഒരു പ്രത്യേകതരം കോൺസെൻട്രേഷൻ ആണല്ലോ ഏട്ടത്തി. ചെറിയമ്മ എത്ര നേരം ഇതിനകത്ത് നിൽക്കുന്നോ അത്രയും നേരം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഏട്ടത്തിക്ക് സംസാരം കേൾക്കല്ലേ വേണ്ടു? ഞാൻ സംസാരിക്കാം. വേണ്ട, നീ പൊയ്ക്കോ. എങ്കി വേണ്ട. ചെറിയമ്മ ഏട്ടത്തി ഉപദ്രവിക്കണ്ട. നമുക്കേ രണ്ടുപേർക്കും അങ്ങ് പോവാം. വാ, ഞാൻ വന്നോളാം. വന്നേ ചെറിയമ്മ. എനിക്ക് ചെറിയമ്മയുടെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. വാ ചെല്ല്, വാ. ഏട്ടത്തി ഞാൻ ചെറിയമ്മ കൊണ്ടുവാട്ടോ. അതെ, കോൺസെൻട്രേഷൻ. നടക്ക് നടക്ക്. പിന്നെ ഏട്ടത്തി ബെസ്റ്റ് ഓഫ് ലക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.